ഹലോ വെൽക്കം ടു അമിസ് ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പകുതിയോളം പോർഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ടെക്സ്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ടെക്സ്റ്റിൽ തന്നെ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു പുറത്തുനിന്നുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ആൻസേഴ്സ് കിട്ടുള്ളൂ കേട്ടോ. കാരണം 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നുണ്ട്. ചിലപ്പോൾ അത് നെക്സ്റ്റ് പേജിലായിരിക്കാം, പക്ഷെ അതിൻ്റെ ആൻസേഴ്സ് അതിൽ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആ ഒരു പിക്ചർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കുട്ടി പറയുന്നുണ്ട്, എന്താ അമ്മ വിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറയണം, അമ്മ അവിടെ ദൂരെ വെള്ളം ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയണം, ഇല്ല വെള്ളമൊന്നുമില്ല, ഇതൊരു സമ്മർ സീസൺ അല്ലേ, നിനക്കത് തോന്നുന്നതാന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഓക്കെ, ആ കാരണത്തിൻ്റെ ആൻസർ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് മനസ്സിലാക്കും, ഈ ചാപ്റ്റർ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ. അതെന്തായാലും മൈൻഡിൽ വെച്ചോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറേ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഒക്കെ ആൻസർ ഒന്നാണ്. ഇവിടെ നോക്കിയേ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, മലയാളം വായിക്കാം. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ പലതും വിവിധ പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റിൻ്റെ ഫിനോമിനയോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിലേക്കിട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണല്ലോ നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. നാരങ്ങ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് പ്രതിപതിച്ച് വരുന്ന പ്രകാശകിരണങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ സഞ്ചരിച്ചല്ലേ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അപ്പോൾ പല മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾ പെൻസിൽ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ടുള്ള എക്സ്പെരിമെൻ്റൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിക്ചേഴ്സൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നത്. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച്, നാരങ്ങ വെള്ളം ഒഴിച്ച് അതിൽ സ്ട്രോ ഇട്ടപ്പോൾ നമുക്ക് സ്ട്രോ ചെരിഞ്ഞിരിക്കുന്നു. എന്താ കാരണം? അതിൻ്റെ കാരണം നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. നമ്മളൊരു ബൗളിൽ വെള്ളം എടുത്തു. ബൗളിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ നമ്മൾ 3/4 വെള്ളം എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് 3-4 ഡ്രോപ്പ് പാലൊഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടയ്ക്കുന്നുണ്ട്. ഇനി ആ ട്രഫിൽ ബാക്കിയുള്ള സ്പേസിലേക്ക് നമ്മൾ സ്മോക്കും കടത്തി വിടുന്നുണ്ട്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഷീറ്റ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുക. ട്രാൻസ്പാരൻറ്റ് ഷീറ്റായാൽ മാത്രമേ ലൈറ്റ് പാസ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ലൈറ്റ് അടിക്കുന്നുണ്ട്. ആ സൈഡിൽ കൂടെ ലൈറ്റ് അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും നമുക്കൊരു ചെരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ. അവിടെ 2-3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽ വിത്തിൻ ദ ട്രഫ്? ഏത് മീഡിയത്തിലൂടെയൊക്കെയാണ് നമ്മുടെ ട്രഫിലേക്ക് ആ ഒരു ലൈറ്റ് പാസ് ആവുന്നത്? മലയാളം മീഡിയത്തിൻ്റെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ, അടുത്ത പേജിലുണ്ട്. ഇത് എയറിലൂടെയും വാട്ടറിലൂടെയും. ആ ലൈറ്റ് വരുന്നത് എവിടെയാണ്? എയർ എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. അത് കയറി ചെല്ലുന്നത് എങ്ങോട്ടാ? വെള്ളത്തിലേക്കാണ്, വാട്ടറിലേക്കാണ്. അപ്പോൾ അവിടുത്തെ 2 മീഡിയം എന്ന് പറയുന്നത് എയർ, വാട്ടർ. നെക്സ്റ്റ്, ഹൗ വിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ബി വെൻ ഇറ്റ് പാസസ് ത്രൂ ഓൺലി 1 മീഡിയം? എങ്ങനെയായിരിക്കും? ഒരു മീഡിയം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. കാരണം നമ്മൾ മുകളിലേക്ക് ആകാശത്തേക്ക് ലൈറ്റ് അടിച്ചാൽ എന്താ? നേരെ പോകണം, വളഞ്ഞും തിരിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പാത്ത്? അത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഈസ് ദർ എനി ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ് when it enters obliquely from one medium to another? What does the ray of light undergo a change in direction? അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഡീവിയേഷൻ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നത്. കാരണങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഹൗ വിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ബി വെൻ പാസസ് ത്രൂ ഓൺലി 1 മീഡിയം? ഒരു മീഡിയത്തിൽ കൂടെ മാത്രം പോവുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളിവിടെ എഴുതുക സ്ട്രെയിറ്റ് എന്ന് എഴുതുക. അതിൻ്റെ പാത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് പാത്തായിരിക്കും. STRAIGHT എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ഈ ഒരു ലൈറ്റ്, വേർ ഡസ് ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ എ ചേഞ്ച്? എവിടെയാണ് ഈ ഡയറക്ഷന് ചേഞ്ച് വരുന്നത്? നിങ്ങൾക്ക് ആ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു പോർഷനിലാണല്ലോ ഇങ്ങനെ വരുന്ന സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? വെൻ ഇറ്റ് എൻറ്റേഴ്സ് ടു അനദർ മീഡിയം. ഇവിടെ എയറിൽ എന്ന് പറയുന്നത് ഒരു മീഡിയം, ആ മീഡിയത്തിൽ നിന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോഴാണ് ഡീവിയേഷൻ ഉണ്ടാവുന്നത്. ഇതിൻ്റെ കാരണം എന്താ പറയുന്നുണ്ട്. അടുത്ത എക്സ്പെരിമെൻ്റ് നോക്കുമ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞു തന്നെ, ഒരു ഗ്ലാസ് ട്രഫിൽ 3/4 ഭാഗത്തോളം ജലമെടുക്കുക. ജലത്തിൽ 1-2 തുള്ളി പാൽ ചേർക്കുക. ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചിത്രത്തിൽ 1.2 കാണുന്ന പോലെ നമ്മൾ ചെയ്യാം. ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? വായു, ജലം. അതുപോലെ ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും? അത് നേർരേഖയിലായിരിക്കും. എഴുതുക കേട്ടോ, നേർരേഖയിലായിരിക്കും. നേർരേഖ എന്ന് എഴുതിയാലും മതി.
ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടല്ലോ. കാരണം ലൈറ്റും കൂടി അവിടെ മാറ്റം വരുന്നുണ്ട്. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ചാൽ ജലത്തിലേക്ക് കടക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ മാധ്യമങ്ങൾ തമ്മിൽ അവിടെ ചേഞ്ച് ആവുമ്പോഴാണ്. മാധ്യമങ്ങൾക്ക് മാറ്റം വരുമ്പോഴാണ് അവിടെ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ വേണമെങ്കിൽ ജലത്തിൽ നിന്ന് ആൻസർ എഴുതാം. ഇനി കുറച്ചും കൂടി വിശദീകരിച്ച് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം: മാധ്യമങ്ങളിൽ വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം, അങ്ങനെ എഴുതാം. വ്യത്യാസം വരുമ്പോൾ എന്ന് എഴുതി വെക്കുക കേട്ടോ. ഇനി ഇതിനൊക്കെ സെയിം കാരണം കേട്ടോ. ഇതിൻ്റെ കാരണവും അതുപോലെ ഇവിടുത്തെ ഈ ഒരു സ്ട്രോൻ്റെ കാരണവും ഈ കുട്ടി അവിടെ വെള്ളം കാണാനുള്ള കാരണവും ഒക്കെ സെയിമാണ്. ആ കാരണത്തിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. അതിൻ്റെ ആൻസർ ഒരുമിച്ച് പറയാമെന്ന് വെച്ചിട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ: വിൽ ദർ ബി എ ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി? ഇനി കറക്റ്റായിട്ട് നോർമലി ഒരു ലൈറ്റ് വരികയാണെങ്കിൽ നേരത്തെ ചെരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ട്രഫിലേക്ക് അടിച്ചത്. നേരെ ട്രഫിലേക്ക് അടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അവിടെ വല്ല ചെരിവ് വരുന്നുണ്ടോ? മാധ്യമങ്ങൾ തമ്മിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും അവിടെ ചേഞ്ചസ് വരുന്നുണ്ടോ? ഈസ് ദർ എ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടായോ? നിരീക്ഷണം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ മാറ്റം വരുന്നുണ്ടോ? ഇല്ല, നോ എന്ന് എഴുതുക. ഓക്കെ. ഇനി ഇല്ല, നേർരേഖയിൽ പതനം ഉണ്ടാകുന്നു. നോ, ലൈറ്റ് റേ പാസസ് പെർപെൻഡിക്കുലർ ടു ട്രഫ് അല്ലെങ്കിൽ ത്രൂ ടു മീഡിയം. രണ്ട് മീഡിയത്തിലൂടെയും എങ്ങനെയാണ് പോകുന്നത്? നേർരേഖയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ലംബമായാണ് പോകുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. ഒരു ചെരിവും സംഭവിക്കുന്നില്ല, കറക്റ്റ് നേരെയായിട്ട് പോകുന്നുണ്ട്. ഇതിനും കാരണമുണ്ട്. നോക്കിയേ. ഇനി ഇതിനൊക്കെയുള്ള കാരണങ്ങൾ നമ്മൾ പറയാൻ പോവാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു കടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ടോ? കാരണം എന്തായിരിക്കും? വാട്ട് കോസ് എ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് റേ വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഒരു പാതയിൽ തന്നെയാണ്. ഇപ്പോൾ എയറിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ടോർച്ച് മുകളിലേക്ക് അടിക്കുക, ചുമരുമിക്ക് അടിക്കുക. അപ്പോൾ എന്താണ്ട് വളവ് വരുന്നുണ്ടോ? ഇല്ല. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ദിശ മാറാറുണ്ടെന്ന് രണ്ട് മാധ്യമങ്ങളാകുമ്പോൾ. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ക്ലിയർ ആയോ? ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഒരേ മാധ്യമങ്ങളാണെങ്കിൽ പ്രകാശം സഞ്ചരിക്കുന്നത് എപ്പോഴും നേർരേഖയിലാണ്. ഇനി കറക്റ്റ് ലംബമായാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ അവിടെയും ദിശാവ്യതിയാനം ഉണ്ടാകുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല. ചെരിച്ച് വെച്ച് ലൈറ്റ് വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ആ ഒരു വരുന്ന ലൈറ്റിന് എന്തുണ്ടാവും? ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കറക്റ്റായിട്ട് വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. When light travels through a single medium, the path of light will be a straight line. A ray of light undergo a deviation. ഒരു ചെരിവ് ഉണ്ടാകുന്നുണ്ട് at the surface of separation when it enters obliquely. എന്താ? ചെരിഞ്ഞ് വരികയാണെങ്കിൽ, ചെരിഞ്ഞ് നമ്മൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ഫ്രം വൺ മീഡിയം ടു അനദർ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടാകും. There will be no deviation in the path of ray of light incident normally. കറക്റ്റ് നമ്മൾ ലംബമായിട്ടാണ് ആ ഒരു ട്രഫിലേക്ക് ലൈറ്റ് അടിച്ചില്ലേ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? കറക്റ്റ് നേരെ തന്നെ വരും, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഒരേ മാധ്യമങ്ങളിലും നേരെ അടിക്കുമ്പോഴും ഒരുപോലെ നേർരേഖയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ചെരിഞ്ഞടിക്കുമ്പോൾ മാത്രം ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ കാരണമുണ്ട് കേട്ടോ. നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാരണത്തിലേക്ക് വരാം. നമ്മുടെ കാരണം ഇവിടെ വളരെ വ്യക്തമാക്കി എഴുതുന്നുണ്ട്. നമുക്ക് നോക്കാം അത്. അതിന് മുമ്പായിട്ട് ഒരു എക്സാമ്പിൾ: മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്ന് പരുപരുത്ത പ്രതലത്തിലേക്ക് സഞ്ചരിക്കുന്ന ടോയ് കാറിൻ്റെ ചലനവേഗവും ദിശയും നിരീക്ഷിക്കുക. അപ്പോൾ അവിടെ ഒരു ടോയ് കാറിൻ്റെ ഡയറക്ഷൻ, ആ ഒരു മോഷൻ്റെ ഡയറക്ഷൻ നോക്കാൻ പറയുന്നുണ്ട്. ഡയറക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം, മിനുസുള്ള പ്രതലത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ വന്നിട്ട് നേരെ പരുപരുത്ത പ്രതലം അല്ലെങ്കിൽ റഫ് സർഫേസിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ദിശ അങ്ങോട്ട് മാറുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. കാറിൻ്റെ ചലനദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്, യെസ്. എവിടെ വെച്ചാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഡീവിയേഷൻ ഒക്കർ വെൻ മീഡിയം ചേഞ്ചസ് ടു റഫ് സർഫേസ് ഫ്രം സ്മൂത്ത് സർഫേസ്. ഈ ഒരു സ്മൂത്ത് സർഫേസിൽ നിന്ന് റഫ് സർഫേസിലേക്ക് മാറുമ്പോഴാണ് അവിടെ ഡീവിയേഷൻ ഉണ്ടാകുന്നത്. വേർ ഡസ് ദിസ് ചേഞ്ച് ഒക്കർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മിനുസമുള്ള പ്രതലത്തിലൂടെയും പരുപരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങുന്നത്? ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരേ വേഗത്തിലാണ് പോകണമെന്ന് തോന്നുന്നുണ്ടോ?
നോ അല്ല. ഡിഡ് ദ കാർ മൂവ് വിത്ത് സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫേസ്? അല്ല. ഇനി ഇതിനൊക്കെ കാരണം കേട്ടോ. ഇപ്പോൾ ഇവിടെയും വന്നൊരു ചെരിവ്, ഇവിടെയുണ്ട് ഒരു റീസൺ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ആൻസേഴ്സ് മാത്രമേ നോക്കി പോയിട്ടുള്ളൂ, റീസണിലേക്ക് എത്തിയിട്ടില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിൻ്റെ വേഗത്തിൽ വ്യത്യാസമുണ്ടാകുമല്ലോ, അതിൻ്റെ ദിശാവ്യതിയാനത്തിന് കാരണം ഏതാണ്? ഈ വേഗതയാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ദ ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഈസ് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ദ കാർ ആസ് ഇറ്റ് മൂവ് ഫ്രം വൺ സർഫർ ടു അനദർ. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം. പല മീഡിയത്തിൽ പല സ്പീഡാണ് ലൈറ്റിനുള്ളത്. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. The change in the speed of light causes the change in the direction of the ray of light when it passes from one medium to another. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയില്ലേ, ഇവിടെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ആ രണ്ട് മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഡീവിയേഷൻ, ചെരിവ് സംഭവിക്കുന്നുണ്ട് ഉണ്ടല്ലോ. അതിന് കാരണം എന്താണ്? ഇത് രണ്ടും രണ്ട് മാധ്യമങ്ങളായതുകൊണ്ടാണ്. പിന്നെ ആ ലൈറ്റിൻ്റെ സ്പീഡും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം, പ്രകാശം ഓരോന്നിലും കടക്കുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് വ്യത്യാസം. ലൈറ്റ് പാസ് ചെയ്യുന്നത്, വെള്ളത്തിലൂടെ പാസ് ചെയ്യണ ആ ഒരു വേഗതയാവില്ല വേറൊരു ഒബ്ജക്റ്റ് കൂടെ പാസ് എടുക്കണത്, പ്രകാശം പാസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, സ്പീഡ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ തന്നിട്ടുണ്ട് അവിടെ. ഷോയിങ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വേരിയസ് മീഡിയം. വായുവിലെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ജലം വാട്ടറിലെ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ഗ്ലാസ്സിലെ 2 × 10⁸, വജ്രത്തിലെ 1.25 × 10⁸. ഇതാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ. അപ്പോൾ ഇതിലൂടെ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ പോകുന്നത് വെള്ളത്തിലൂടെയല്ല, വായുവിലൂടെയാണ് പോകുന്നത്, എയറിലൂടെ. പിന്നീട് ജലത്തിലൂടെ, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫർ ഇൻ വേരിയസ് മീഡിയം ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദയർ ഒപ്റ്റിക്കൽ എലമെൻറ്റ്. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ അതിൻ്റെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശത്തിൻ്റെ ആ ഒരു സാന്ദ്രതേനെ പറയാണ്, കടന്നു പോകേണ്ട ഒരു സാന്ദ്രതേനെ. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഇസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്നറിയപ്പെടുന്നു. ഒരു മാധ്യമത്തിലൂടെ, വെള്ളത്തിലൂടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ലേസറിലെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ആ വെള്ളം ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ചിലപ്പോൾ വെള്ളം കുറച്ചേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, സ്വാധീനിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആൾ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. ഒരാൾ വന്നിട്ട് പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ മെല്ലെയാണ് പിടിക്കുന്നത് വെച്ചാൽ നമ്മൾ അതൊക്കെ കൊതറി നമ്മൾ ഓടും. ഓക്കെ, അപ്പോൾ അത് തന്നെ എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, പറയാം അടുത്ത പാരഗ്രാഫ് വായിച്ചിട്ട്. The speed of light will be lower in a medium of higher optical density. Optical denser medium. The speed of light will be higher in a medium of lower optical density. Optically rarer medium. Note that optical density has no relation with material density. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും. അപ്പോൾ ആ മാധ്യമത്തിൽ പ്രകാശ സാന്ദ്രത, ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ പ്രകാശം കടത്തിവിടുന്ന ആ ഒരു സാന്ദ്രത കൂടുതലാണെങ്കിൽ അവിടെ പ്രകാശത്തിൻ്റെ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എയറിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എയറിൽ കുറവായിരിക്കും. ആ കുറവുള്ളപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് അവിടെ കൂടും. ക്ലിയർ ആയോ? ലൈറ്റിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്? ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയാണ് ചെയ്യുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് വരുന്നത് കേട്ടോ. പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശിക സാന്ദ്രത ഏതിലാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്, അവിടെ പ്രകാശത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും. കുറവുള്ളിടത്ത് കൂടുതലും, കൂടുതലുള്ളവർക്ക് കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായിട്ട് ബന്ധമില്ല. ഇപ്പം നമ്മൾ പ്രകാശത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നുണ്ട്, അതും പദാർത്ഥത്തിൻ്റെ സാന്ദ്രത, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എത്ര വോളിയം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പച്ചക്കറികളൊക്കെ എടുക്കുക കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക? അത് ഇത്ര കിലോനാണെന്നാണ് പറയുക.
അപ്പോൾ ആ ഡെൻസിറ്റിയും ലൈറ്റിൻ്റെ ഡെൻസിറ്റിയും തമ്മിൽ ഒരു മാച്ചും ഇല്ല, അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. പട്ടിക 1.1 മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന വിധത്തിൽ ക്രമീകരിക്കൂ. അറേഞ്ച് ദ മീഡിയം ഇൻ ടേബിൾ 1.1 ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറയും. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗത എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രകാശ വേഗത ഉള്ളത് വായുവിനാണ്. അപ്പോൾ പ്രകാശ വേഗത കൂടുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? പ്രകാശത്തിൻ്റെ സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് വായുവിനാണ്, എയറിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളതും വായുവിനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ ഏറ്റവും കുറവുള്ളിടത്ത് ഇതാ ആദ്യം എന്തെഴുതി? എയർ, വായു എന്നെഴുതി. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതിനായിരിക്കും? ഇവിടെ പ്രകാശ വേഗത ഏറ്റവും കുറവുള്ളത് നോക്കുക, അത് ഡയമണ്ട്, വജ്രമാണ്. അതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ട് വരുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലൈറ്റിൻ്റെ പവർ ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും കുറവുള്ളത് നമ്മുടെ വജ്രത്തിന്, ഡയമണ്ടിനാണ്. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഉള്ളത്. അപ്പോൾ ഇവിടെ ഡയമണ്ട് എഴുതി. ഡയമണ്ട് ഗ്രേറ്റർ ദാൻ, അതാണ് ഈ സിമ്പിൾ കേട്ടോ, ഇതാണ് വലുത് എന്ന് കാണിക്കാൻ. അത് കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ എഴുതുക. ഇത് പ്രകാശവേഗം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂട്ടുമ്പോൾ ആദ്യം വായു, പിന്നെ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. നമ്മുടെ പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കുമ്പോൾ പ്രകാശവേഗം അവിടെ കുറവുള്ളതായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ വജ്രം, പിന്നെ ഗ്ലാസ്, പിന്നെ ജലം, പിന്നെ വായു, അങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിവിടെ ഇവിടെ ഗ്ലാസ്, ഇവിടെ വാട്ടർ, ഇവിടെ ഗ്ലാസ്, ഇവിടെ ജലം. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപവർത്തനം, റിഫ്രാക്ഷൻ. നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇത് ചെരിഞ്ഞു പോയി, അതുപോലെ ഇവിടേക്ക് നേരെ ലൈറ്റ് അടിച്ചപ്പോൾ നേരെ പോകുന്നുണ്ട്. ഇവിടെ സൈഡിൽ നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡീവിയേഷൻ, ചെരിവ് സംഭവിക്കുന്നുണ്ട്. സ്ട്രോ ഇവിടെ എങ്ങനെയാണ്? ഒടിഞ്ഞ പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണമാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. ഇതാ ഒരു പിക്ചറിൽ വീണ്ടും കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ട്രോ ഒടിഞ്ഞതായി തോന്നാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഹെഡിങ് തന്നെ നിങ്ങൾ എഴുതി വെക്കുക, റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് എഴുതി വെക്കുക കേട്ടോ. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു ട്രഫിൽ ജലം ഒഴിക്കുന്നതിന് മുമ്പും ഒഴിച്ചതിന് ശേഷവും ട്രഫിലിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിച്ച് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൽ വരച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റീസണും എന്താണ്? റിഫ്രാക്ഷൻ തന്നെയാണ്. എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത് നമുക്കറിയണ്ടേ? അതിനായിട്ട് അത് നോക്കുന്നതിന് മുമ്പ്, ജലം ഒഴിക്കുന്നതിന് മുമ്പ് സ്ട്രോയുടെ ബി എന്ന ഭാഗത്ത് നിന്ന് കണ്ണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ തൊട്ട് താഴെയുണ്ട്. ജലം ഒഴിച്ച ശേഷം സ്ട്രോയുടെ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് വരുന്ന പ്രകാശരശ്മി വായുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ജലോപരിതലത്തിൽ വെച്ച് ദിശവ്യതിയാനം ഉണ്ടല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ട് എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ആ മാധ്യമങ്ങൾ തമ്മിൽ മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ വ്യതിയാനം വരുന്നുണ്ട്. ഇനി ബിയിൽ നിന്നാണ് പ്രകാശരശ്മി യഥാർത്ഥത്തിൽ വരുന്നതെങ്കിലും സി എന്ന ഭാഗത്തു നിന്നും വരുന്നതായല്ലേ നമുക്ക് കാണുന്നത്. ബി എന്നത് യഥാർത്ഥ സ്ഥാനം സിയിലേക്ക് ഉയർന്നതായി കാണപ്പെടുന്നതിനാൽ സ്ട്രോ ജലോപരിതലത്തിൽ വെച്ച് ഒടിഞ്ഞതായി തോന്നുന്നുണ്ട്. അതിനുള്ള കാരണം അപ്പോൾ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. അതിൻ്റെ എല്ലാം കാരണം എന്താണ്? റിഫ്രാക്ഷൻ, അപവർത്തനമാണ്. എന്താണ് റിഫ്രാക്ഷൻ, എന്താണ് അപവർത്തനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമം, ഇത് കണ്ടില്ലേ, മിനുസുള്ള ഒരു പ്രതലത്തിൽ നിന്ന് പരിപരുത്ത പ്രതലം. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാധ്യമമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നവരെ, അവിടെ മറ്റൊരു മാധ്യമത്തിൽ പ്രകാശം ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ പ്രകാശം എന്നല്ല, ഇവിടെ ഒരു ടോയുടെ കാര്യം എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെയാണെങ്കിലും നമുക്ക് പറയാം, കണ്ടില്ല, ഇവിടെ വരുന്നത് പ്രകാശമാണല്ലോ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. അതിനെ പറയുന്ന പേര്
റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം റീസൺസ് നമ്മളിപ്പോൾ ഈ കാണിച്ച എല്ലാ എക്സാമ്പിളിൻ്റെ റീസൺ എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ഈസ് ദർ എ ഡീവിയേഷൻ ഫോർ ദ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ ദ ഐ ഫ്രം പോയിന്റ് ബി ഓഫ് ദ സ്ട്രോ ബിഫോർ പോറിംഗ് വാട്ടർ? ആൻസർ താഴെയുണ്ട്. ആഫ്റ്റർ ദ വാട്ടർ ഈസ് poured, the ray of light from the immersed part of the straw entering air from water is deviated at the surface of separation. മലയാളം മീഡിയത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കേൾക്കുക കേട്ടോ. ഡസൻ ദ റേ ഓഫ് ലൈറ്റ് അപ്പിയർ ടു കം ഫ്രം സി? സിയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ദോ ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ബി. ബിയിൽ നിന്നാണ് ശരിക്കും വരുന്നത്, പക്ഷേ സിയിൽ നിന്ന് വരുന്ന പോലെ തോന്നാറുണ്ടോ? ദ സ്ട്രോ അപ്പിയേഴ്സ് ബെൻഡ് ആസ് ദ ആക്ച്വൽ. അപ്പോൾ അവിടെ എന്താ എഴുതുന്നുണ്ട്? തോന്നാറുണ്ട്. യെസ് എന്ന് എഴുതണം കേട്ടോ. ഇനി ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു റിഫ്രാക്ഷൻ ആണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ, ചെരിഞ്ഞുകൊണ്ട് വരികയാണെന്ന് വിചാരിക്കാം, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക്, എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ആണല്ലോ വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന്. അപ്പോൾ അങ്ങനെ രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള രണ്ട് പദാർത്ഥങ്ങൾ രണ്ട് മീഡിയത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് അണ്ടർഗോ എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. എവിടെയാണോ ആ മീഡിയം സെപ്പറേറ്റ് ആവുന്നത്, ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, എവിടെയാണോ ആ മീഡിയം സെപ്പറേറ്റ് ആവുന്നത് അവിടെ വെച്ച് ഡീവിയേഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത് എയറിൽ നിന്ന് വന്ന് നേരെ, ഇപ്പോൾ ഇവിടെ നോക്കി, എയറിൽ നിന്ന് വന്ന് നേരെ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ എവിടെയാണോ സെപ്പറേഷൻ വരുന്നത് അവിടെ വെച്ച് ഡീവിയേഷൻ ഉണ്ടാകുന്നു. എന്തിൻ്റെ കാര്യത്തിലാണ് ഇവർ ഈ ഒരു റിഫ്രാക്ഷൻ ആണ് എന്ന് ഉറപ്പ് വരുത്തുന്നത്? എന്തിൻ്റെ കാര്യത്തിലാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വെച്ചിട്ടാണ്. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവാണ് മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം, അതിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയാം. ലൈറ്റിൻ്റെ സ്പീഡിനെ സ്വാധീനിക്കാൻ പറ്റുക, അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു വെള്ളത്തിലും എയറിലൊക്കെ ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. ദ എബിലിറ്റി ഓഫ് ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ എഴുതണം കേട്ടോ. എന്താണ്? ദ എബിലിറ്റി ഓഫ് ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻ ടേൺ റിലേറ്റഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലൈൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് അതും കൂടി ഈ പോയിന്റ് പഠിക്കുമ്പോൾ കൂടെ പഠിക്കാം കേട്ടോ. ഇനി എന്താണ് അപവർത്തനാങ്കം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. അപ്പോൾ ഇക്വേഷനാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വേക്കം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. n=c/v എന്ന് പറയുന്നത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം, അതിനെ c എന്ന് പറഞ്ഞു. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ? വേക്കം എന്ന് പറഞ്ഞത് ഒന്നുമില്ല, വെറുതെ ലൈറ്റ് സഞ്ചരിക്കുക. മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം, വെള്ളത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്താണ്? ആ ഒരു എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടാവുക. അപ്പോൾ വെറുതെ സഞ്ചരിക്കാമെന്ന് പറയുന്നത് അവിടെ എയർ ഉണ്ട് കേട്ടോ ആക്ച്വലി. അപ്പോൾ വാക്വം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ വേറെ എന്തെങ്കിലും ഒരു ഫീൽഡായിരിക്കും. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് കണ്ടോ? ശൂന്യതയിലുള്ള വേഗം എന്ന് പറയുന്നത് ഞാൻ വേഗം വെറുതെ സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞു. വെറുതെ സഞ്ചരിക്കല്ല, അതിനൊരു വേഗതയുണ്ട് 3 × 10⁸ m/s. എന്തിനാണ് ഈ വാല്യൂ തന്നിരിക്കുന്നത് അറിയോ? ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ വാല്യൂ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ കൊടുക്കും, കൊടുത്തില്ലെങ്കിൽ നിങ്ങളത് കൊടുക്കണം. 3 × 10⁸. നമ്മൾ ഗ്രാവിറ്റേഷണൽ ആ ഒരു വാല്യൂ നമ്മൾ പഠിക്കില്ലേ, 9.8 എന്ന് പറഞ്ഞു ഗുരുത്വാകർഷണ ബലത്തിലെ. അപ്പോൾ അതുപോലത്തെ ഒരു വാല്യൂ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചില മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ മാധ്യമത്തിൻ്റെയും അപവർത്തനാങ്കം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് മീഡിയം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുണ്ട് വായു, എയറിൻ്റെ പ്രകാശവേഗം 3 × 10⁸ ആണ്. അപവർത്തനാങ്കം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇക്വേഷനിൽ എന്താ പറഞ്ഞേ? ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം എപ്പോഴും 3 × 10⁸ ആണ്. ഓക്കെ, അപ്പോൾ അത് മാറ്റമില്ല. 3 × 10⁸ m/s ബൈ നമ്മുടെ വായുവിലുള്ളതും അത് തന്നെയാണ്. അപ്പോൾ 3 × 10⁸ m/s നമുക്ക് ഒന്ന് തന്നെ ആൻസർ കിട്ടി. ഇനി ഗ്ലാസ്സിലും ജലത്തിലൂടെയും കാണണം. അതെന്ന് പറയുന്നത് n=c/v. c എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ശൂന്യതയിലൂടെ വേക്കത്തിലൂടെ ഉള്ള സ്പീഡിൻ്റെ ലൈറ്റ് 3 × 10⁸ m/s.
ബൈ 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ രണ്ടും നോക്കി 10⁸ മീറ്റർ പെർ സെക്കൻഡ് സെയിം ആയിട്ട് വരുന്നു, കട്ട് ചെയ്ത് പോയി. 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ് നമുക്ക് കിട്ടുക. ചെയ്ത് നോക്കുക അറിയാത്ത ആൾക്കാർ അപ്പോൾ ഹരിച്ച് നോക്കുക. 1 ഇൻറ്റു 2 2 ഇതാ 1 10 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 0.2 5 ഇൻറ്റു 2 10 1.5 അല്ലേ കിട്ടി. അങ്ങനെ വെള്ളത്തിലെ 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വെള്ളത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് പാസ് ചെയ്യണ ആ ഒരു സ്പീഡ്. നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 10⁸ ബൈ 2.25 ഇൻറ്റു 10⁸ എന്ന് പറയുമ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 1.33 ആണ് ആൻസർ കിട്ടുക കേട്ടോ. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4, what is the speed of light that passes through it? How is the speed of light related to refractive index? വജ്രത്തിൻ്റെ ഡയമണ്ടിൻ്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 2.4 ആണ്. അപവർത്തനാങ്കം തന്നിട്ടുണ്ട് 2.4. വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്രയായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചത് തന്നെ. അപ്പോൾ 3 ഇൻറ്റു 10/8. നമുക്ക് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. അതാണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കൻ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ അപവർത്തനാങ്കം ആൻസർ തന്നിട്ടുണ്ട്, റിഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 2.4 ആണ് തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ശൂന്യതയിലുള്ള ആ ഒരു എന്താ പറയുക പാസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3.10⁸ ആണെന്ന് അറിയാം. അത് കാണാനായിട്ട് ആദ്യം ഇക്വേഷൻ എഴുതി. മലയാളം മീഡിയക്കാർ ഏത് ഇക്വേഷൻ എഴുതണം? ഇതാ ഇവിടെയുള്ള ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ആ ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 2.4 ആണ്, ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ആണ് ശൂന്യതയിലൂടെയുള്ള ആ ഒരു പ്രകാശനത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട് കയ്യിൽ, ഒരെണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഒരാളെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇയാൾ എന്ത് വേണം? ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ 2.4 എന്ന് പറയുന്നത് ഇങ്ങോട്ടും വരണം. അപ്പോൾ 3 ഇൻറ്റു 10⁸ ബൈ 2.4 ആണ് നമുക്ക് കിട്ടുക. 3 ഡിവൈഡഡ് ബൈ 2.4 ചെയ്യുക. 3 ഡിവൈഡ് ബൈ 2.4 കൊണ്ട് നമ്മളൊന്നും ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 24 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 24ൻ്റെ ടേബിളിൽ 3 ഇല്ല. അപ്പോൾ നമ്മൾ 0 ആഡ് ചെയ്തു. 0 ആഡ് ചെയ്യുമ്പോൾ മുകളിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ 13 24ൻ്റെ ടേബിളിൽ പോവും. 30 പോവില്ല, പക്ഷേ 24 പോവും. 1 24 24. നമുക്ക് ബാലൻസ് 6 കിട്ടും. 6 24ൻ്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ നമ്മൾ 0 ആഡ് ചെയ്തു. 0 ആഡ് ചെയ്യുമ്പോൾ ഇനി 16 നമ്മൾ 24ൻ്റെ ടേബിളിൽ. ഇപ്പോൾ നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് വാല്യൂ ഇടുന്നത്. അങ്ങനെ വാല്യൂ ഇടുമ്പോൾ നമ്മൾ ഇനി അവിടെ സീറോസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. താഴെ 0 ആഡ് ചെയ്യുമ്പോൾ, കാരണം പോയിൻ്റ് കഴിഞ്ഞ് വാല്യൂസ് എഴുതുമ്പോൾ അടിയിൽ 0 ആഡ് ചെയ്താലും മുകളിൽ ആ 0 എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും പോയിൻ്റ് ഇടാനും പറ്റില്ല. ഒരു നമ്പറിൽ ഒരു പോയിൻ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇനി 60 24ൻ്റെ ടേബിളിൽ പോവും. 60 24ൻ്റെ ടേബിളിൽ പോവില്ല, പക്ഷേ 2 ഇൻറ്റു 24 നമുക്ക് 48 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 24 48. 16 48 പോയി കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. 12 24ൻ്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ നമ്മൾ 0 ആഡ് ചെയ്ത് 120. 120 24ൻ്റെ ടേബിളിൽ നോക്കുക പോവും. 5 ഇൻറ്റു 24 120 കിട്ടും. 0 0 0. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.125 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അതിൽ നമുക്ക് 2.4 എടുത്തപ്പോൾ അവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, നമ്മുടെ ആൻസറിലും ഒരു പോയിൻ്റ് ഉണ്ട്. ടോട്ടൽ 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരം 0.125 ആണ്. അതിൽ 2 നമ്പർ കഴിഞ്ഞ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പോയിൻ്റ് പോവും. 2 നമ്പർ കഴിഞ്ഞ് അവസാനത്തിന് 2 നമ്പർ കഴിയുമ്പോൾ 5ഉം 2ഉം കഴിഞ്ഞ് പോയിൻ്റ് ഇടുക. നമ്മുടെ ആൻസർ 1.25 ഇൻറ്റു ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ 2 നമ്പർ മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഈ 2 നമ്പർ മാത്രം 10.8 കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഒപ്പം ഇൻറ്റു 10⁸8. 10.8 അല്ല, 10⁸8 മീറ്റർ പെർ സെക്കൻഡ് എഴുതുക. മനസ്സിലായല്ലോ ഡിവൈഡ് ചെയ്യുന്നത്? ഇനി ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ സെയിം?
വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതനകോണിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരുപോലെ ആയിരിക്കുമോ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിള് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എയറിൽ നിന്ന് വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു കോണിൻ്റെ അളവും അല്ലെങ്കിൽ ആ ഒരു വ്യതിയാനം ഉണ്ടാകുന്ന അതിൻ്റെ ആ ഒരു അളവും വെള്ളത്തിൽ നിന്ന് നേരെ നമ്മൾ വായുവിലേക്ക് എയറിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അളവും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ദ റേ ഫോളിങ് ഓൺ ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ ടു മീഡിയം ഇസ് ദ ഇൻസിഡൻറ്റ് റേ. ആരാണോ അവിടെ രണ്ട് മീഡിയം ഉണ്ട് ആ സെപ്പറേഷൻ്റെ സർഫേസിലേക്ക് ഫോൾ ചെയ്യുന്നത് അത് ഇൻസിഡൻറ്റ് റേ ആണ്. ദ റേ വിച്ച് അണ്ടർഗോ റിഫ്രാക്ഷൻ ഇസ് ദ റിഫ്രാക്റ്റഡ് റേ. ഇനി ഇങ്ങനെ വരുന്നത് ആരാ? ഇൻസിഡൻറ്റ് റേ. ആരാണോ അവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചു പോകുന്നത് അതാണ് റിഫ്രാക്റ്റഡ് റേ. ആൻഡ് ദ നോർമൽ NN ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി NN എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന ആംഗിള്, അതാണ് റിഫ്രാക്ഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശരശ്മി പതനരശ്മി. ആരാണോ വന്നു പതിക്കുന്നത് അത് വന്നു പതിക്കുമ്പോൾ എന്താ പ്രത്യേകത? ഇങ്ങനെ ഏരോ ഇങ്ങനെ കാണും വരുന്ന വഴി. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ വന്ന് പതിക്കുന്നത് ഇൻസിഡൻറ്റ് റേ. അതിന് എന്താ നമ്മൾ പറയുക? പ്രകാശരശ്മിയെ പതനരശ്മി എന്നും അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തന രശ്മി റിഫ്രാക്റ്റഡ് റേ എന്നും വിളിക്കാം. അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ. ഇതൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ റേ എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ഇവിടെ ഇൻസിഡൻറ്റ് റേ ഫിഗർ 1.7 ഇൻസിഡൻറ്റ് റേ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ മലയാളത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പതനരശ്മി എന്ന് വെച്ചാൽ പതിക്കുന്ന രശ്മി. അതാരാണ്? AB. ഇയാളാണല്ലോ ഇവിടെ വന്ന് പതിക്കുന്നത്. അപ്പോൾ 1.7 ബിയിൽ ആരാണ് പതിക്കുന്നത്? PQ ആണല്ലോ പതിക്കുന്നത്. ശരിയല്ലേ? അതെ. അടുത്തത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്ഷനിൽ അണ്ടർഗോ ചെയ്യുന്നത് ആരാണോ അവരാണ് ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പതിച്ചു കഴിഞ്ഞ് പോകുന്നത് ആരാണ്? അതാണ് റിഫ്രാക്റ്റഡ് റേ അഥവാ അപവർത്തന രശ്മി. പതിക്കണത് ഇങ്ങോര്, അവിടെ നിന്ന് പതിച്ചു പോകുന്നത് ആരാ? ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരെന്താ? അപവർത്തന രശ്മി എന്നാണ്, റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ആളെന്താ? BC. അതുപോലെ ഇവിടെ പതിക്കുന്നത് ഇങ്ങനെ, പതിച്ചു പോകുന്നത് ഇങ്ങനെ. അപ്പോൾ QR-ഉം BCയും കറക്റ്റാണോ? അതെ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അപ്പോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വന്ന് പതിക്കുന്നതും നോർമൽ, അതാണ് ഈ നടുക്കിലത്തെ വരേനെയാണ് നോർമൽ എന്ന് പറയുന്നത് കേട്ടോ. അപവർത്തന കോൺ വരുന്നില്ലേ അവരുടെ ഇടയിൽ. അപ്പോൾ ഈ ഒരു ലംബമായിട്ട് വരച്ചിരിക്കുന്ന വരേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പതന ബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, പതന ബിന്ദു മനസ്സിലായല്ലോ. നോർമൽ എന്ന് നമ്മൾ പറയുന്നത്. അവർ തമ്മിലുള്ള കോണാണ് എന്ത്? അപവർത്തന കോൺ. അപ്പോൾ ഇവിടെ ABN എന്ന് പറഞ്ഞ കോണും അടുത്ത ഫിഗറിൽ ഏതാവും? PQN ആവില്ലേ? അതെ, കറക്റ്റാണ്. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇതാണ്. അതും നോർമൽ. പതനകോൺ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലുള്ള കോൺ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ NBC എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന കോണിനെ പറയാം. ഈ പിക്ചറിൽ ഏതായിരിക്കും? NQR അല്ലെങ്കിൽ RQN നമുക്ക് പറയാം. കറക്റ്റ് ആണല്ലോ? അതെ. ഇപ്പോൾ ഈ 4 ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇനി ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഫിഗർ 1.7 ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ആണോ ലെസ് ആണോ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിനേക്കാൾ? റിഫ്രാക്റ്റർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം, നമുക്ക് പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം, ഇതാണ് റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തനത്തിന് വിധേയമായ അപവർത്തന രശ്മി എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്? കുറവാണ്, ഇതിനേക്കാൾ കുറവാണ്. ആ ഗ്യാപ്പ് കണ്ടാൽ മനസ്സിലാവില്ലേ? അപ്പം നമ്മൾ ലെസ്, കുറവ് എന്ന് എഴുതി. ഇനി 1.7 ഇതാ ഇവിടെ ഇങ്ങോട്ട് ചെല്ലണ ആംഗിളാണോ ഇതേ അളവ് തന്നെയാണോ ഇങ്ങനെ പോകുമ്പോൾ? അല്ല, ഈ ഒരു ആംഗിളിനേക്കാൾ കൂടുതലാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? കൂടുതൽ എന്ന് എഴുതി. പതന കോണിനേക്കാൾ കൂടുതലാണ് എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അപ്പോൾ ആ പിക്ചറിൽ നോക്കിയിട്ട് ഏതൊക്കെ റേ എന്ന് എഴുതുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിൽ എന്തായാലും വരും കേട്ടോ. നെക്സ്റ്റ്, വാട്ട് പെക്യുലാരിറ്റി ഡു യു സീ ഇൻ ദ ഡീവിയേഷൻ ഓഫ് റിഫ്രാക്റ്റഡ് റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ?
അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് പെക്യുലാരിറ്റീസ് ആണ് കണ്ടതെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ചസ് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം എയർ ടു വാട്ടർ. ആ ഒരു എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് ചെരിഞ്ഞ് ലൈറ്റ് പാസ് ചെയ്തപ്പോൾ അവിടെ എന്താണ് നിങ്ങൾ കണ്ടത്? വായുവിൽ നിന്ന് ജലത്തിലേക്ക് ചെരിഞ്ഞു പ്രവേശിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശവ്യതിയാനം എപ്രകാരമാണ്? അത് നോർമലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അടുക്കുന്നുണ്ട്. ലംബത്തോട് അടുത്താണ് വരുന്നത്. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ചസ് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വാട്ടർ ടു എയർ. വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് കടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഡീവിയേറ്റ് അവേ ഫ്രം ദ നോർമലിൽ നിന്ന്, ലംബത്തിൽ നിന്ന് അകലുന്നു. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ജലത്തിൽ നിന്ന് വായുവിലേക്ക് വരുമ്പോൾ അകന്നാണ് പോകുന്നത്. അതുപോലെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് വരുമ്പോൾ നോർമൽ അല്ലെങ്കിൽ ഈ ലംബത്തിനോട് അടുത്താണ് വരുന്നത്. ഇയാൾ അടുത്ത് വന്നു, ഇദ്ദേഹം എന്ത് ചെയ്തു? അകന്നു പോയി. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ ഫിഗേഴ്സ് ഇൻ വിച്ച് ദ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വൻലി, ചെരിഞ്ഞുകൊണ്ട് ലൈറ്റ് വരുന്നു, ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മുൻപ് പഠിച്ചൊരു കാര്യം നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. നമ്മളിവിടെ പഠിച്ചു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടണമെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറയണം. പ്രകാശിക സാന്ദ്രത കൂടണമെങ്കിൽ പ്രകാശ വേഗത കുറയണം. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിക്കുക. ആദ്യം വായു, പിന്നെ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. ഇതെന്താണ്? പ്രകാശത്തിൻ്റെ വേഗതയാണ് കൂടുതൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത കൂടുതൽ ആർക്കാണ്? വജ്രത്തിനാണ് ഒന്നാമത്, പിന്നെ രണ്ടാമത് ഗ്ലാസ്, മൂന്നാമത് ജലം, നാലാമത് വായു. പ്രകാശ വേഗത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത താഴെ നിന്നാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്ട്സ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓർഡർ വരുന്നതെന്ന്. ആദ്യം പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളത് ഡയമണ്ടിന്, പിന്നെ വരുന്നത് ഏതിനാണ്? ഗ്ലാസിനാണ്, പിന്നെ വരുന്നത് ഏതിനാണ്? വാട്ടർ, പിന്നെ എയർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഏറ്റവും കൂടിയ ആളിൽ നിന്ന് കുറവുള്ള ആളിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഡയമണ്ട് ഉണ്ടോ? ഇല്ല. ഗ്ലാസ് ഉണ്ടോ? ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്ക് പോകുന്നുണ്ട്, കണ്ടോ? രണ്ടാമത്തെ പൊസിഷനിൽ നിന്ന് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാസ് തന്നെയാണ്, കണ്ടോ? ഏരോ ശ്രദ്ധിക്കുക കേട്ടോ. ഗ്ലാസ്സിൽ നിന്നാണ് ജലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു ആൻസർ. ഏറ്റവും കൂടിയ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിന് ഒന്നാമത്തെ എക്സാമ്പിൾ ഇത്. ഇനി സി നമുക്ക് പറയാൻ പറ്റും. വായുവിൽ നിന്ന് ജലത്തിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായുവിൽ നിന്ന് ജലത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാ. കാരണം എന്താ? ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഉള്ള സ്ഥലത്തു നിന്നാണ് കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകേണ്ടത്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോകണം. ഇനി ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക്. നമ്മുടെ ഡയമണ്ട് ഉണ്ടായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു, എയർ ഉണ്ടായിരുന്നു. ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക്, അത് കറക്റ്റാണല്ലോ? കറക്റ്റാണ്. കാരണം എന്താ? ഗ്ലാസ് രണ്ടാമതാണ്, വായു നാലാമതാണ്. ഓക്കെ. ഇനി ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്ക്, ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്ക്, ഇതും കറക്റ്റാണ് കേട്ടോ. വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അത് തെറ്റാണ്. കാരണം എന്താ? നാലാമത്തേന്നാണ് രണ്ടാമത്തിലേക്ക് വരുന്നത്, അത് തെറ്റാണ്. ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് എഴുതാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡി എന്ന് പറയുന്നത് മലയാളം മീഡിയം, ഞാൻ ഡയമണ്ട് എന്നാണ്, വജ്രം എന്നാണ് എഴുതിയത്. പിന്നെ ഗ്ലാസ് നിങ്ങൾക്കറിയാം, ആ ഒരു പെട്ടിയിലുണ്ടായിരുന്നു. പിന്നെ W ഫോർ വാട്ടർ, പിന്നെ എന്തായിരുന്നു ലാസ്റ്റ്? എയർ ഫോർ വായു. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശവ്യതിയാനം എപ്രകാരമാണ്? ലംബത്തിൽ നിന്ന് അകലേക്ക്. അപ്പോൾ ഈ ഒരു പിക്ചറിലൊക്കെ എന്താ നിങ്ങൾ ശ്രദ്ധിച്ച്? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ചെരിഞ്ഞു പോയി. രണ്ടാമത്തെ പിക്ചറിൽ അടുത്ത് വന്നു, അകന്നു പോയി. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും ഈക്വലാണോ? അല്ല, കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലംബത്തിൽ നിന്ന് അകലെയാണ്. ലംബം എന്ന് പറയുന്നത് ഈ നേർരേഖയാണ് ലംബം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ആംഗിളിലാണ് അവർ പോന്നേക്കുന്നത്. അപ്പോൾ ലംബത്തിൽ നിന്ന് അകലെയാണ്, അവേ ഫ്രം ദ നോർമൽ. ചൂസ് ദ ഫിഗർ ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവേഴ്സ് ദ നോർമൽ. ഇനി ഏത് ഫിഗറിലാണ് അവർ നോർമലിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫിൽ വന്നിട്ടുണ്ട്, ദൂരേന്ന് ഇത്രയും ആംഗിൾ ഉണ്ട്, എന്നിട്ട് അവർ അടുത്തേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിളായിരിക്കും ഇവിടെ. ഇനി രണ്ടാമത് ഇവിടെ വലിയൊരു ആംഗിളിൽ നിന്ന് വന്നു, ചെറിയൊരു ആംഗിളിലേക്ക് പോയി. അപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ, അടുത്തേക്ക് വന്നത് എയും എഫും. നെക്സ്റ്റ്, ലംബത്തോടടുക്കുന്ന സന്ദർഭങ്ങളിൽ പ്രകാശം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ് കടന്നു പോകുന്നത്? ലംബത്തിലേക്ക് അടുക്കണത് എപ്പോഴാണ്? പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണോ
പ്രകാശക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണോ? കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും ഡിസ്റ്റൻസിൽ വന്നിട്ട് ഇങ്ങനെ പോവുക, അടുത്ത് പോവുക. അപ്പോൾ ഇവിടെ ഒരു 80 ഡിഗ്രി ആണെങ്കിൽ ഇവർ 40 ഡിഗ്രി ആയിട്ട് പോണു. ഓക്കെ, ഇനി അടുത്തത് ചിത്രം 1.8 സിയിൽ 8 ഇയിലും എന്നിവയിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല. കാരണം എന്തായിരിക്കും? 1.8 സിയിലും ഇയിലും അപവർത്തനം സംഭവിക്കുന്നില്ല. റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ചെരിഞ്ഞു പോണില്ല എന്നാണ് പറയുന്നത്, രണ്ട് മീഡിയമായിട്ടും. എന്താ റീസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. മുൻപ് നമ്മൾ പഠിച്ചോട്ടാ അപവർത്തനത്തിൻ്റെ കാര്യം പറയുമ്പോൾ. എ റേ ഇൻസിഡൻറ്റ് നോർമലി അറ്റ് ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. അതാണ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഒരു ഇതിൻ്റെ റീസൺസും കൂടി അവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലാസ് സ്ലാബിലെ അപവർത്തനം. റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് സ്ലാബ്. പ്രകാശരശ്മിക്ക് എവിടെയൊക്കെ വെച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത്? അറ്റ് വിച്ച് പോയിന്റ് ഡു റിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഓൺ ദ റേ ഓഫ് ദ ലൈറ്റ്. അപ്പോൾ ഏതൊക്കെ പൊസിഷനിലാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുമ്പോൾ ചെരിഞ്ഞു പോകാനുള്ളത്? ക്യൂവിലും ആറിലും. കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എവിടെയാണ് ചെരിവ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഡ്രോ ദ റേ ഡയഗ്രാം ഷോയിങ് ദ റിഫ്രാക്ഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻ എ ഗ്ലാസ് സ്ലാബ് ഇൻ എ സയൻസ് ഡയഗ്രി. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഡയഗ്രാമിനാണ് ഒരു റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വര വേണമെങ്കിൽ വര മാത്രം വരച്ചേക്കാം, അല്ലെങ്കിൽ ആ ബോക്സ് അടക്കം വരച്ചേക്കാം കേട്ടോ. ഗ്ലാസ് സ്ലാബിലേക്ക് ലംബമായി പ്രകാശം പതിപ്പിച്ചു നോക്കൂ. പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നുണ്ടോ? അലൗ ലൈറ്റ് ടു ഇൻസിഡൻ്റലി നോർമലി ഓൺ ദ ഗ്ലാസ് സ്ലാബ്. ഇൻസിഡൻറ്റ് നോർമലി. ഡസ് റിഫ്രാക്ഷൻ ഒക്കൂർ? നമ്മൾ പറഞ്ഞു നേരെ ഒരു സാധനത്തിലേക്ക്, ഒരു മീഡിയത്തിലേക്ക്, വെള്ളത്തിലേക്ക് എന്തിലേക്കെങ്കിലും നേരെ ഒരു ലൈറ്റ് വരികയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരിക്കലും റിഫ്രാക്ഷൻ അപവർത്തനം ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചു. ചെരിഞ്ഞ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആംഗിളിന് വ്യത്യാസം വന്ന് ചെരിവൊക്കെ വന്നിട്ട് അവർ പോരണം കേട്ടോ. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ലേസർ സൈഡിൽ നിന്നാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഇങ്ങനെയാണ് വരിക. ഗ്ലാസ് ഡെൻസറാണ്, എയർ റയറാണ്, രണ്ട് മീഡിയമാണ്. ആ എയറിൽ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് അടിക്കുന്നത്. ലൈറ്റ് അടിക്കുമ്പോൾ ടേബിളുമ്മ തട്ടിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തു, അവിടെ തട്ടി വീണ്ടും നമ്മൾ അടുത്ത എയറിന്ന് വന്നു, ആ ഒരു ടേബിളല്ല ഗ്ലാസ് സ്ലാബിലേക്ക് കടന്നു. ആ സ്ലാബിൽ നിന്ന് വീണ്ടും എയറിലേക്ക് പോകണം, കാരണം ഇവിടെ വീണ്ടും ഒരു ടേണിങ് ഉണ്ടായി. ആ എയറിൻ്റെ എയറൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി അപവർത്തനം ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ, ഇനി കുറച്ച് പ്രവർത്തനങ്ങളിൽ അപവർത്തനം യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒരു പാത്രത്തിൽ നാണയം ഇട്ട ശേഷം നാണയത്തെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടക്കുക. നാണയത്തിൻ്റെ ദൃശ്യം കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയത്ത് മറ്റൊരു കുട്ടിയോട് പാത്രത്തിലേക്ക് ജലമൊഴിക്കാൻ ആവശ്യപ്പെടും. എന്ത് നിരീക്ഷിക്കുന്നു? ചിത്രം വിശകലനം ചെയ്ത് കാരണം കണ്ടെത്തൂ. ജലമൊഴിച്ചപ്പോൾ നാണയത്തിൽ നിന്ന് പ്രതിപദിച്ചു വരുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ച് കണ്ണിൽ പതിക്കുന്നു. അതുകൊണ്ട് നാണയം വീണ്ടും ദൃശ്യമാകുന്നു. അവിടെ നമുക്ക് എന്താ? അപവർത്തനമാണ് ഉണ്ടാവുന്നത്. അപവർത്തനമാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഏതാണോ മീഡിയം അതിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ തട്ടി അത് കണ്ണിലേക്ക് പ്രതിവേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കോയിൻ അവിടെ എടുക്കുമ്പോൾ നമുക്ക് എന്താ? ആ കാഴ്ച പോകുന്നത് മുകളിലേക്കാണ്. ഇത് അവിടെ ഒരു അപവർത്തനം നടക്കുന്ന കാരണം വേറെ മീഡിയത്തിലേക്ക്, വേറെ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ തട്ടി നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. ഒരു പിക്ചർ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വെക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്തായിരിക്കും? കാരണം എന്താ? ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപവർത്തനം കാരണമാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. ഇനിയിപ്പോൾ കോയിൻ്റെ കാര്യമായാലും എന്ത് കാരണമായാലും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണമാണ് നമുക്ക് തോന്നുക. ഒരു ജലാശയത്തിൻ്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ, അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നുന്നു. കാരണം എന്ത്? എല്ലാത്തിനും റീസൺ ഇത് തന്നെയാണ് കേട്ടോ. അമ്പെയ്ത് മീൻ പിടിക്കുന്നവൻ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്ക് അമ്പെയ്യുന്നത് എന്തുകൊണ്ട്? People who engage in bow fishing aim to a point slightly below the perceived position of the first. Why? ആവർത്തനവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങൾ പരിചയപ്പെടുത്തുമല്ലോ. ഇനി അന്തരീക്ഷത്തിൽ നടക്കുന്ന അപവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് വിച്ച് മേക്സ് കോയിൻ അപ്പിയർ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. ഇത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറാണ് പറയുന്നത് കേട്ടോ. ട്രഫിലെ വെള്ളത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ? കാരണം എന്തായിരിക്കും? യു ക്യാൻ സീ എ കോയിൻ ലൈയിങ് അണ്ടർ ദ വാട്ടർ ഇൻ എ ട്രഫ്. ട്രൈ ടു ടേക്ക് ദ കോയിൻ ഔട്ട് ബൈ ലുക്കിംഗ് ത്രൂ ബൈ വൺ സൈഡ് ഓഫ് ദ ട്രഫ്. ക്യാൻ യു ഡു ഇറ്റ് ടു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ കോയിൻ ഇട്ടതിന് ശേഷം പിന്നെ എന്താ വീണ്ടും എടുക്കാനൊക്കെ പറയുന്നത്.
അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ടർഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നാണയം എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഡിഫിക്കൽട്ട് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ബുദ്ധിമുട്ടാണ്, കാരണം എന്താ, അവിടെ അപവർത്തനം നടക്കുന്നുണ്ട്. വിച്ച് മേക്സ് കോയിൻ അപ്പിയർ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ ദാൻ ഇറ്റ് ആക്ച്വലി ഈസ്. ദിസ് ഡിസോർട്ടേഷൻ ഒക്കേഴ്സ് അറ്റ് ലൈറ്റ് റേ ബെൻറ്റ് വൈൽ വെൻ പാസിംഗ് ഫ്രം വാട്ടർ ടു എയർ. പ്രകാശത്തിൻ്റെ അപവർത്തനം കാരണം ബുദ്ധിമുട്ടാണ്. ഇത് നാണയത്തെ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ സ്ഥാനത്തേക്ക് ദൃശ്യമാകുന്നു. വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോൾ പ്രകാശകിരണങ്ങൾ വളയുമ്പോൾ ഈ വികലനം സംഭവിക്കുന്നു. അപ്പോൾ 2 മീഡിയമാണ് അവിടെ ഉള്ളത്. നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ഒരു മീഡിയത്തിൽ തോന്നുന്നത്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടല്ല കോയിനെ നോക്കുന്നത്, അല്ലല്ലോ, പുറത്ത് നിന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും 2 മീഡിയമാണ്. അതുകൊണ്ട് അവിടെ ഒരു റിഫ്രാക്ഷൻ ഉണ്ടായിരിക്കും, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത് കേട്ടോ. ഇനി അന്തരീക്ഷത്തിലെ അപവർത്തനം, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. വൈ ഡു സ്റ്റാർസ് ഇൻ എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ട്വിങ്കിൾ. ഇത്രയും അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് മിന്നിത്തിളങ്ങുന്നു? അപ്പാരൻറ്റ് പൊസിഷൻ, ആക്ച്വൽ ആൻഡ് പൊസിഷൻ, യഥാർത്ഥ സ്ഥാനം, കാണപ്പെടുന്ന സ്ഥാനം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിലൂടെ അവരെന്താ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കും കേട്ടോ. An illustration of the path of a ray of light from a distant star throughout the Earth's atmosphere is given in figure 1.12. Doesn't the ray of light undergo irregular deviation? What may be the reason? വളരെ അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് ഭൗമാന്തരീക്ഷത്തിലെത്തുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് സമാനമായ ചിത്രീകരണമാണ് ചിത്രം 1.2-ൽ നൽകിയിരിക്കുന്നത്. ഇവിടെ പ്രകാശരശ്മിയുടെ പാതയ്ക്ക് ക്രമരഹിതമായ ദിശാമാറ്റം സംഭവിക്കുന്നില്ലേ? എന്തായിരിക്കും ഇതിന് കാരണം? ടെക്സ്റ്റിൽ തന്നെയുണ്ട് നമ്മുടെ ആൻസർ. നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെയായതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം, മർദ്ദം, താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ചൂടും അതുപോലെ പ്രഷറൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? അതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഓരോ മീഡിയത്തിനും, വെള്ളത്തിലും ജലത്തിലൊക്കെ നമ്മൾ പല റിഫ്രാക്ഷൻ റേറ്റ് അല്ലേ കണ്ടേ, അതുപോലെ തന്നെ പറയുന്നു. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പല തവണ ക്രമരഹിത ആവർത്തനത്തിന് ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നു. ഇതാണ് നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളങ്ങുന്ന കാരണം. അത് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം സ്റ്റാർസ് അപ്പിയർ ആസ് പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ബിക്കോസ് ദേ ആർ അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെ ആയതുകൊണ്ട് നമുക്ക് ഓരോ ഗ്രഹങ്ങളും ഓരോ സ്റ്റാറുകളായാലും ഒരു പൊട്ട് പോലെ കാണാൻ പറ്റുക. ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റാർ റീച്ചസ് അവർ ഐസ് ബൈ ട്രാവേഴ്സിങ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത്. അപ്പോൾ ഒരുപാട് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ത്രൂ വിച്ച് ദ ലൈറ്റ് ട്രാവൽ ഗോസ് ഓൺ ചേഞ്ചിങ് ഓൺ ദ ഫിസിക്കൽ കണ്ടീഷൻ, പ്രഷർ, ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ മാറുന്നതിനനുസരിച്ചിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അഥവാ നമ്മൾ മലയാളം മീഡിയത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് പ്രകാശിക സാന്ദ്രത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാറ്റങ്ങൾ വരും. വരുമ്പോൾ ഹെൻസ് ദ ലൈറ്റ് അണ്ടർഗോ ദ റെഗുലർ റിഫ്രാക്ഷൻ. കുറച്ച് റിഫ്രാക്ഷൻസ് ഇങ്ങനെ ചെരിഞ്ഞും വളഞ്ഞൊക്കെയുള്ള റിഫ്രാക്ഷൻസ് നമുക്ക് അറിയപ്പെടും. Therefore, when the light rays from the star reach the eyes after refractor several times, the star cannot be seen continuously at the same position. This is the reason for the twinkling of star. അതുകൊണ്ട് അവിടെ ഇവിടെയും തട്ടി ചെരിഞ്ഞും വളഞ്ഞൊക്കെ വരണ കാരണം സ്റ്റാറിനെ എപ്പോഴും നമ്മൾ കറക്റ്റ് പൊസിഷനിലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ മിന്നിത്തിളങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Even after the sun has passed the western horizon, the sun is visible for some more time. അവിടെ നിന്ന് സൂര്യൻ പോയാലും കുറച്ച് സമയം കൂടി സൂര്യൻ നമുക്ക് കാണാറുണ്ട്. സിമിലർലി ദ സൺ ക്യാൻ ബി സീൻ എ ഫ്യൂ സെക്കൻഡ് ബിഫോർ ഇറ്റ് റീച്ച് ദ ഈസ്റ്റേൺ ഹൊറിസോൺ ഇൻ ദ മോർണിംഗ്. അതുപോലെ നമ്മുടെ സൺ എത്തനേക്കാൾ മുമ്പും സണ്ണിനെ നമ്മൾ കണ്ടു തുടങ്ങാറുണ്ട്. എന്തുകൊണ്ടാണ് റീസൺ? സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിന് ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും. എന്തായിരിക്കും കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The sun remains visible after it set and appear before it rises due to the atmospheric refraction. ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ വഴിയാണ് അത് അവിടെ ഉള്ളത് പോലെ, അത് വരുന്നതിന് മുമ്പ് അവിടെ ഉള്ള പോലെ ഫീൽ ചെയ്യണതും പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിൽക്കണതും അറിയുന്നതും. Which bend light rays and allow us to see the sun even when it is below the horizon. The bending make the sun appear slightly higher in the sky than its actual position.
സൂര്യൻ അസ്തമിച്ചതിനു ശേഷവും ദൃശ്യമായി നിലകൊള്ളുന്നു. അപവർത്തനം കാരണം ഉദിക്കുന്നു. ഇത് പ്രകാശിക കിരണങ്ങളെ വളച്ച് ചക്രവാളത്തിന് താഴെയാണെങ്കിലും സൂര്യനെ കാണാൻ നമ്മെ അനുഭവിക്കുന്നു. ഈ വളവ് സൂര്യനെ ആകാശത്ത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്കാൾ അല്പം ഉയരത്തിൽ ദൃശ്യമാകുന്നുണ്ട്. റിഫ്രാക്ഷൻ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. റിഫ്രാക്ഷൻ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ നടക്കുന്ന കാരണം കുറേ ബെൻഡിങ് വരുന്നുണ്ട്. ഓക്കെ, കുറേ ചെരിവുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാം, അവിടെ കുറേ പ്രകാശകിരണങ്ങളുടെ കുറച്ച് ചെരിവുകളും അധപതനങ്ങളൊക്കെ വരുന്ന കാരണം സൂര്യനെ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് ആ ഒരു പൊസിഷനിൽ മുൻപേ കാണാനും പോയി കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണ്? റിഫ്രാക്ഷൻ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു പിക്ചർ അതുപോലെ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് സൺ, ആക്ച്വൽ പൊസിഷൻ ഓഫ് സൺ ശരിക്കും ഒരു പൊസിഷനിലാണ്, പക്ഷെ അതിനെ കാണുന്നത് വേറൊരു പൊസിഷനിലാണ്. കാരണം എന്താ? അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് അവിടെ പറയുന്നുണ്ട്. ഇതാ നോക്കിക്കോട്ടോ, ഇത് നമ്മുടെ സൂര്യൻ്റെ യഥാർത്ഥ രൂപം. അവിടുന്ന് നമ്മൾ ഇവിടെ കേരളത്തിലാണെന്നല്ല, നമ്മളിവിടെ ഭൂമിയിലാണല്ലോ. അപ്പോൾ ഭൂമിയിലേക്ക് ആ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് പാളികകളുണ്ട്. അതിലൊക്കെ തട്ടി തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ടാവും വരുന്നുണ്ടാവുക. അത് വന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എവിടെയാണ്? നമ്മൾ ഇവിടെയാണ് സൂര്യനെ കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹയർ ആയിട്ട് വേറൊരു പൊസിഷനിലാണ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുക. കാരണം എന്താണ്? കുറേ പാളികകളുണ്ട്. അതുകൊണ്ട് അവിടെ തട്ടി റിഫ്രാക്ഷൻ, അപവർത്തനം ഉണ്ടാകുന്നു. അതിന് നമ്മൾ എന്താ പറയുക? അന്തരീക്ഷ അപവർത്തനം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് സൂര്യനെ നമ്മൾ കുറച്ച് മുൻപ് അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ സൂര്യൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ കാണുന്നു. ഇനി ഇവിടെ അസ്തമിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണും സൂര്യനെ. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളൊന്നും കൂടി ക്ലാസ് കേൾക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചേക്കേണ്ട കാര്യങ്ങളുണ്ട്, പുതിയ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ പഠിച്ച് വെക്കുക. 10th ബേസ് ആണ് 9th കേട്ടോ. ഇതൊക്കെ 10th വരുന്ന ചാപ്റ്റേഴ്സാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത പോർഷൻസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. താങ്ക്